കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ഹൗസിലാണ് കൂടിക്കാഴ്ച. അത്രയേറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളം ആ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്. ദില്ലിയിൽ നിന്നും സിബി ജോസഫാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സിബി, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. കേരളം ഏറെ പ്രാധാന്യത്തോടു കൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. നിരവധി ആവശ്യങ്ങളുണ്ട് നമ്മൾക്ക് മുൻപിൽ. ആ ആവശ്യങ്ങളോടൊക്കെ അനുഭാവപൂർണ്ണമായ ഒരു സമീപനം കേന്ദ്രമന്ത്രി സ്വീകരിക്കുമെന്ന് തന്നെ കരുതാമല്ലേ? വിനീഷ, എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമുള്ള ഈ കൂടിക്കാഴ്ചയെ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയും പിന്നീട് ഒരുമിച്ച് ഇത്തരത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണം എല്ലാം തന്നെ കഴിച്ച ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച. എന്തായാലും അത് വളരെ പോസിറ്റീവായ ഒന്ന് തന്നെയാണെന്ന് പറയാം. കാരണം ഒരു കേന്ദ്ര ധനമന്ത്രി നമ്മുടെ കേരള ഹൗസിലേക്ക് എത്തുകയും അവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തി. അത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഏറെ പോസിറ്റീവായ അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിരവധി കാര്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ ഇതിനു മുമ്പ് എല്ലാ നിലയും കേരളം ഉൾപ്പെടെ എല്ലാ നിലയും പെടുത്തിയിരുന്നു. കഴിഞ്ഞ് മാത്രമല്ല, ഇതിനു മുമ്പും മുഖ്യമന്ത്രി പലതവണ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെയും വയനാടിൻ്റെ കേന്ദ്ര സഹായം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാമ്പത്തികമായി നിരവധി പാക്കേജുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും ഒരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയും. എന്തായാലും ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ രാവിലെ 9 മണിയോടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തും. പിന്നീട് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം, പിന്നീട് കൂടിക്കാഴ്ച, അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്യും എന്ന രീതിയിലാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ദില്ലിയിൽ CPM-ന്റെ PB യോഗം നടക്കുകയാണ്. 11 മണിക്ക് ആരംഭിക്കും. എന്തായാലും കൂടിക്കാഴ്ച ഏകദേശം അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്കുകളും പിന്നീട് അതിതീവ്ര ദുരന്തമായിട്ടെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള സഹായം ഇതുവരെയും കേരളത്തിൽ ലഭ്യമായിട്ടില്ല. ആ ഒരു വയനാടിൻ്റെ കേന്ദ്ര സഹായം ഇതിൽ ഏറെ ഈ കാര്യം എല്ലാം തന്നെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2000 കോടിയിലധികം രൂപയുടെ പാക്കേജാണ് വയനാടിന് വേണ്ടി മാത്രമായി കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലും 1 രൂപ പോലും വയനാട് നീക്കിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായില്ല. ഇതെല്ലാം തന്നെയും ഇനിയും കൃത്യമായ കണക്കുകളടക്കമെല്ലാം തന്നെയും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കേന്ദ്ര സഹായം ഉൾപ്പെടെല്ലാം തന്നെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ധനമന്ത്രിയെ വീണ്ടും ധരിപ്പിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള VJ ഫണ്ടിൻ്റെ കാര്യത്തിലെല്ലാം തന്നെയും ചർച്ചകൾ വരും. അതുകൂടാതെ മറ്റു പല കാര്യങ്ങളും മൊത്തത്തിൽ GST ഉൾപ്പെടെയുള്ള കേന്ദ്ര വിഹിതം ലഭ്യമാകുന്ന കാര്യത്തിലും വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന്റെ തിരിച്ചടവ് സംബന്ധിച്ച് അത്തരത്തിൽ 71 പദ്ധതികൾക്ക് അനുവദിച്ച VGF അതിനൊരു തിരിച്ചടവ് എന്ന ഒരു അധിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് കേന്ദ്രം കൃത്യമായി സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിന് മാത്രമാണ്, വിഴിഞ്ഞത്തിന് മാത്രമാണ് ഇത്തരത്തിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന ഒരു അധിക ബാധ്യത വരുന്നത്. അത് കേന്ദ്രം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആശാ വർക്കർ കാര്യം അത് കേരളം നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. തൊഴിൽ നിയമത്തിൻ്റെ ഭാഗമായി അവരെ കൂട്ടണം, തൊഴിലാളികളായി അംഗീകരിക്കണം എന്നത് കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യമാണ്. അതിലും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് ഇന്നലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. കേരളത്തിന് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി NHM ഫണ്ട് വകയിരുത്തി എന്ന കാര്യത്തിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇന്നലെ സഭയിലുണ്ടായി. അതിൻ്റെ സഭാരേഖകൾ ഇന്നലെ നമ്മുടെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ നിയമസഭയുടെ പുറത്തുവെച്ചു. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കൂടെയുണ്ട്. അതും കൂടി ചർച്ചയാകില്ലേ ഈ കൂടിക്കാഴ്ചയിൽ? വിനിഷ, തീർച്ചയായും ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തന്നെയും കാര്യങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ നിരവധി പദ്ധതികളുണ്ട്. ഈ റെയിൽവേ അതിവേഗ പദ്ധതികളുണ്ട്. ഇതെല്ലാം തന്നെയും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതുകൂടാതെ ആശാപ്രവർത്തകരുടെ ഈ സ്കീമുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും 100 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ വ്യക്തമാക്കിയത്. അങ്ങനെ എല്ലാ കാര്യവും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട ഈ
തുകയുമായി ബന്ധപ്പെട്ടെല്ലാം നിലയും ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യുകയും കൂടുതൽ പദ്ധതികൾക്കുള്ള കുടിശ്ശിക അടക്കമെല്ലാം നിലയും നൽകണമെന്നൊരു കാര്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നതും. അതോടൊപ്പം നമുക്കറിയാം ഇന്നലെയാണ് വൈകിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി നിലയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഡിന്നർ ഒരുമിച്ച് അത്താഴ വിരുന്ന് കഴിക്കുകയും അതും വളരെ പോസിറ്റീവായ ഒന്ന് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടെല്ലാം നിലയും കേരള സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലെല്ലാം നിലയും നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലമാണ് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും എംപിമാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു അത്താഴ വിരുന്ന് ഇന്നലെ കേരള ഹൗസിൽ സംഘടിപ്പിച്ചത്. അത് ഏറ്റവും പോസിറ്റീവായ ഒന്ന് തന്നെയായിരുന്നു. കേരളത്തിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിന് ലഭിക്കാൻ വേണ്ടി കേന്ദ്രവുമായി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുമെന്ന് ഇന്നലെ കേരള ഗവർണർ മുഖ്യമന്ത്രിയോട് അറിയിക്കുകയും മുഖ്യമന്ത്രി ഇതിനെ വളരെ പോസിറ്റീവായി ഈ ഒരു മുന്നേറ്റം എന്നും ഒരുമിച്ച് കേരളത്തിന് വേണ്ടി മുന്നേറാൻ കഴിയട്ടെ എന്ന് അദ്ദേഹവും ആശംസിച്ചു. അങ്ങനെ ഇന്നലെ വളരെ പോസിറ്റീവായ ഒരു അത്താഴ വിരുന്ന് കൂടി ഇന്നലെ കേരള ഹൗസിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെ കൃത്യമായി ഉയർത്തുകയും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തുകകളടക്കമെല്ലാം നിലയും നമുക്ക് ലഭ്യമാകാനും കുടിശ്ശിക എല്ലാം നിലയും കൊടുത്തു തീർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ഈ കൂടിക്കാഴ്ച ചർച്ച ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 9 മണിയോടെ കേരള ഹൗസിൽ വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുക. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തും. അതിനുശേഷം പ്രഭാത ഭക്ഷണം, പിന്നീട് ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ധരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരുമായി ഒരു യുദ്ധത്തിനല്ല, മറിച്ച് ഈ ഒരു നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുക തന്നെയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. അത് ഏറ്റവും പോസിറ്റീവായി ഏറ്റവും നിയമപരമായും എല്ലാം തന്നെയും സൗഹൃദപരമായും ഈ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ ഒരു നേടിയെടുക്കുക എന്നുള്ളൊരു എന്ന മുന്നേറ്റം കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഏറ്റവും കൂടുതൽ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 9 മണിയോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക. ബിനിഷ, സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെ അത്താഴ വിരുന്നിനെ കുറിച്ച് സിബി പരാമർശിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, ആ വിരുന്നിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞു കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കുമെന്ന്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലുണ്ടായിരുന്ന ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പുതുതായി വന്ന ഗവർണർ കേരളത്തോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് പറയുന്ന ഗവർണറുണ്ട്. പക്ഷേ അവിടെ നിൽക്കേണ്ടിയിരുന്ന ഒരു കൂട്ടർ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ എംപിമാർ, കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നറിയാനുള്ള ഒരു കൗതുകം കൂടെയുണ്ട്. കാരണം കേരളത്തിനൊപ്പം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി കേന്ദ്രത്തിൽ പോയി പറയേണ്ടവരാണ്. ഗവർണർ ഒപ്പം നിൽക്കാമെന്ന് പറയുന്നു. കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ എന്താണ് പറയുന്നത് സിബി? വിനീഷ്, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഗവർണർ ഇത്തരത്തിലൊരു അത്താഴ വിരുന്ന് ഒരുക്കുമ്പോൾ എല്ലാ എംപിമാർക്കും ഇതിൻ്റെ ഈ ഒരു ക്ഷണക്കത്ത് പോയിരുന്നു. നമുക്കറിയാം ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഒരു നിലയ്ക്ക് ഗവർണർ ഒരു അത്താഴ വിരുന്ന് ഒരുക്കുമ്പോൾ പോകേണ്ട ബാധ്യത എംപിമാർക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വളരെ പോസിറ്റീവ് ഒരു അന്തരീക്ഷത്തിൽ ഏറ്റവും സൗഹൃദമായി മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഇന്നലെ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി, വയനാട്ടിൻ്റെ എം പി പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും പിന്നെ തൃശ്ശൂർ എം പിയായ സുരേഷ് ഗോപി ആണെങ്കിലും ഈ ഒരു അത്താഴ വിരുന്ന് നിന്നും വിട്ടുനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. തികച്ചും രാഷ്ട്രീയമായൊരു തീരുമാനം മാത്രമായിരുന്നു ഇത്തരത്തിൽ വിട്ടുനിന്നത്. എന്തായാലും സുരേഷ് ഗോപി അടക്കമെല്ലാം നിലയും എത്തില്ല എന്ന് കൃത്യമായി അറിയിച്ചുവെന്നും ഇപ്പോൾ ഇന്നലെ പ്രൊഫസർ കെ വി തോമസ് മാഷ് പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗവർണർ ഒരു അത്താഴ വിരുന്ന് നിൽക്കുമ്പോൾ വരേണ്ട ഒരു ബാധ്യത കൃത്യമായി ജനപ്രതിനിധികൾ എന്ന നിലയിൽ സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. നമുക്കറിയാം വയനാടിൻ്റെ വിഷയമെല്ലാം നിലയും ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ഒരാൾ കൂടിയാണ് വയനാട്ടിലെ എം പി കൂടിയായ പ്രിയങ്ക ഗാന്ധി. പക്ഷേ ഇപ്പോഴും ഈ വയനാട്ടിന് വേണ്ടി പാർലമെൻറ്റിൽ എപ്പോഴും ശബ്ദമുയർത്തുന്ന നമുക്കറിയാം ഇടതുപക്ഷ എം പിമാരായ രാജീവ് സബ്രാനിയും ജോൺ ബ്രിട്ടാസ് എം പിയും അതോടൊപ്പം തന്നെ മറ്റുള്ള വി ശിവദാസൻ എം പി അടക്കമുള്ള ഇടതുപക്ഷ എം പിമാരാണ്. ലോക്സഭയിൽ നിരവധി തവണ കെ രാധാകൃഷ്ണൻ എം പിയും ഈ വിഷയം ഉന്നയിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി എത്ര തവണ വയനാടിന് വേണ്ടി ഒരു വിഷയം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒരു നിവേദനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഗവർണർ വിളിച്ചേർത്ത ഈ ഒരു അത്താഴ വിരുന്നിൽ പോലും അവർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, അത് ഏറ്റവും മോശമായ സാഹചര്യമാണ്. കാരണം രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതില്ല. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഗവർണർ വിളിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും സൗഹൃദമായ അന്തരീക്ഷത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയും കേരളത്തിലെ ഗവർണർ മുൻപുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല ഇപ്പോഴത്തെ ഗവർണർ അല്പം കൂടി കേരള സർക്കാരുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാനെല്ലാം തന്നെയും അദ്ദേഹം തന്നെ ആഹ്വാനം ചെയ്യുകയും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത് കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഞാനും ഒപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു അത്താഴ വിരുന്ന്
ഉറ്റുനോക്കിയത്. അതിനെ ഏറ്റവും പോസിറ്റീവായി കണ്ടുകൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിലൊരു സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ കൂടിക്കാഴ്ചയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും അടക്കമുള്ള ആളുകൾ എടുത്തു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് വിനീഷ. യെസ്, താങ്ക് യു സി ബി ജോസഫാണ് ഇന്നലെ പാർലമെന്റിനകത്തും പുറത്തുമായി സംഭവിച്ച കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊക്കെ വളരെ സമഗ്രമായി തന്നെ നമ്മളുമായി പങ്കുവച്ചത്.